ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഫ്കാറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരളത്തിലാണ് ഇതിന്റെ സെലക്ഷൻ, അതായത് ഇതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്. ഇതിന്റെ അപേക്ഷ 20-ാം തീയതി തുടങ്ങാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്ക് അഫ്കാറ്റ് ആണ്, ഷോർട്ടായിട്ട് അഫ്കാറ്റ് എന്ന് പറയും. അഫ്കാറ്റിന്റെ 02/2026 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷം 2 നോട്ടിഫിക്കേഷൻ ആണ് അഫ്കാറ്റ് ആണെങ്കിലും CDS ആണെങ്കിലും NDA ആണെങ്കിലും വിളിക്കുന്നത്. NDA 1, NDA 2, CDS 1, CDS 2, അതുപോലെ തന്നെ അഫ്കാറ്റ് 1, അഫ്കാറ്റ് 2 ഇങ്ങനെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാറുള്ളത്. സോ ഇതിന് രണ്ടിനും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റിൻ്റെ പ്രൊസീജിയർ നടന്ന ഏകദേശം ഒന്ന് ഇതാകുമ്പോഴാണ് സെക്കൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് പാസ്സായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്, UPSCൻ്റെ CDS പോലുള്ള പരീക്ഷയാണെങ്കിലും അഫ്കാറ്റ് ആണെങ്കിലും രണ്ടിനും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, ഏജ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണിത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 20-ാം തീയതിയാണ് അപേക്ഷ തുടങ്ങിയത്. 20 മെയ് 2026 അപേക്ഷ തുടങ്ങി 19 ജൂൺ 2026 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ട് ഓൺ 8 ഓഗസ്റ്റ് 2026 സാറ്റർഡേ ആണ് പരീക്ഷ നടത്തുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ വർഷങ്ങളിലും ഏകദേശം ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് സെക്കൻഡ് എക്സാം നടത്താറായിട്ടുള്ളത്. അപ്പോൾ 2026 ഓഗസ്റ്റ് 8 ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഈ ഒരു ഏകദേശ സമയത്താണ് നമ്മുടെ UPSCൻ്റെ തന്നെ നമ്മുടെ ഇതിൻ്റെ AC അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് AC ആണ്, അസിസ്റ്റൻറ്റ് കമാൻഡൻ്റെ എക്സാമും കൂടി വിളിക്കാനായിട്ട് പോകുന്നത്. അതും കൂടി ഇതിൻ്റെ ഏകദേശം ഒരു സമയത്ത്, ഈ ഡേറ്റിൽ തന്നെയല്ല, അതും വരുന്നുണ്ട്. അപ്പോൾ അതിനും അപ്ലൈ ഉണ്ടാവും. നിങ്ങൾ മിനിമം ഗ്രാജുവേഷൻ ആയിരുന്നു അതിൻ്റെ യോഗ്യത, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ എയർഫോഴ്സിൽ സ്ഥിരജോലി നേടുവാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. സ്ഥിരജോലി എന്ന് പറയുന്നത് അഗ്നിവീർ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ SSC എൻട്രി ഉണ്ട്. SSC എന്ന് പറയുമ്പം ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. ഷോർട്ട് സർവീസ് മെന്നും ഉണ്ട്, ഷോർട്ട് സർവീസ് വുമണും ഉണ്ട്. ഷോർട്ട് സർവീസ് ആകുമ്പോൾ നിങ്ങൾക്ക് 10 വർഷം സർവീസ് ചെയ്യാൻ സാധിക്കും. 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അത്രയും നിങ്ങൾക്ക് മാക്സിമം സർവീസ് ചെയ്യാനായിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കി പെർമനന്റ് കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് മാറിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, ഈ ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാവും. ഓഫീസർ റാങ്കാണ്, നല്ല രീതിയിലുള്ള ശമ്പളമൊക്കെ ഉണ്ടാവുന്നതാണ്. ട്രെയിനിങ് പീരീഡ് തന്നെ നിങ്ങൾക്ക് 56,000-ൽ കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ നിലവിലെ പേ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അത് വീണ്ടും കൂടുക തന്നെയായിരിക്കും ചെയ്യുക, അങ്ങനെയുണ്ട്. അതുപോലെ നിങ്ങൾ സർവീസിലേക്ക് കയറുമ്പോൾ 1 ലാഖിൻ്റെ മുകളിൽ 1 ലാഖ് അപ്പോൾ ആ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സേവ് ചെയ്താൽ തന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ സ്പെൻഡിങ്ങും കഴിച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഇതിൽ ഒരുപാടധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗവൺമെൻറ് വകയായിരിക്കും ലഭിക്കുക. ഫോഴ്സിൻ്റെ നിങ്ങൾക്കറിയാലോ, ആ ഒരു ലെവലിലായിരിക്കും നമുക്കിവിടെ ലഭിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സേവിങ്സ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യണം. തീർച്ചയായിട്ടും സേവിങ്സ് ഉണ്ടാക്കാനും നമ്മുടെ ഒരു ജോലി നോക്കുന്ന തീർച്ചയായിട്ടും രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം നമുക്ക് അതും വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി വളരുമ്പോഴേ നമ്മുടെ രാജ്യം വളരത്തുള്ളൂ എന്നുള്ളൊരു അടിസ്ഥാന തത്വം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു കാര്യം മാനേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ തീർച്ചയായും നമുക്ക് നല്ല രീതിയിലുള്ള സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് ഒരു വ്യക്തി മുമ്പ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് സ്ഥിരജോലിയൊന്നും അല്ല, 10 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരേണ്ടി വരും. 10 വർഷം വരെ നമുക്ക് സർവീസ് ചെയ്യാം. അത്രയും നമുക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ തന്നെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. മറ്റുള്ളവർ ആ ഒരു കാര്യത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഫ്കാറ്റ് എൻട്രിയിൽ ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ SSC മെന്നിന് 30, SSC എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. പെർമനൻറ്റും ഉണ്ട് കേട്ടോ. ഇതിൽ 30 ഒഴിവുണ്ട്. അതുപോലെ തന്നെ വുമണിന് 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റ് കാണാൻ സാധിക്കും. AE ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് ആ ഒരു മേഖലയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ 2 ഒഴിവ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. AE എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആ ഒരു ഇതിൽ വരുന്നത്. മുമ്പിൽ ഞാനിത് എന്താണെന്ന് പറയും. 2 ഒഴിവാണ് അവിടെ ഉള്ളത്. പെർമനൻറ്റ് കമ്മീഷനാണ് കേട്ടോ. ഇവിടെ PC എന്ന് പറയുന്നത് പെർമനൻറ്റ് കമ്മീഷനാണ്, സ്ഥിര ജോലിയാണ്. 15 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഗേൾസിനാകുമ്പം പെൺകുട്ടികൾക്ക് 2 ഒഴിവുണ്ട്. അതുപോലെ തന്നെ AEM മെക്കാനിക്കൽ ഇലക്ട്രോണിക്കൽ, അതായത് എയറോനോട്ടിക്കൽ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ്. താഴെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. താഴെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം അടക്കം ഞാൻ പറഞ്ഞുതരാം. അത് പെൺകുട്ടികൾക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഷോർട്ട് സർവീസിലേക്ക് വന്നിട്ടുണ്ട്. ഷോർട്ട് സർവീസിലാണ് വേക്കൻസി കൂടുതലുള്ളത്. 107 ഒഴിവ് ആൺകുട്ടികൾക്കും ഏകദേശം 25 ഒഴിവ് പെൺകുട്ടികൾക്കും. ഇവിടെ ഒഴിവ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വെപ്പൺ സിസ്റ്റം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഓരോരോ പോസ്റ്റുകളുണ്ട്. ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേക്കൻസീസ് ഇവിടെ കാണാൻ സാധിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന വേക്കൻസിയും കാണാൻ സാധിക്കും. പിന്നെ NCC ഫ്ലൈയിങ് ആണ് കേട്ടോ. ഫ്ലൈയിങ് ബ്രാഞ്ച് ആണ്. ഫ്ലൈയിങ്ങിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്
NCC ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഗേറ്റ് സ്കോർ എൻട്രി ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ തന്നെയാണ്. ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് അവിടെ ഓരോ വേക്കൻസി വെച്ച് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഷോർട്ട് സർവീസിൽ 12 വേക്കൻസി വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ യോഗ്യത, അപേക്ഷിക്കാനുള്ള യോഗ്യത നമുക്ക് നോക്കാം. മിനിമം ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ആദ്യം തന്നെ അഫ്കാറ്റ് എൻട്രിയിൽ NCC സ്പെഷ്യൽ എൻട്രി നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് 1 ജൂലൈ 2027 അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. 2 ജൂലൈ 2003 1 ജൂലൈ 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 ജൂലൈ 2001 1 ജൂലൈ 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടിയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അതുപോലെ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക്, ഓൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചസിലേക്ക് ഇൻക്ലൂഡ് ടെക്നിക്കൽ ബ്രാഞ്ച് ത്രൂ അഫ്കാറ്റ് എൻട്രി എല്ലാത്തിലും കൂടി വരുന്നതാണ് കേട്ടോ. പ്രായപരിധി ഇവിടെ പറയുന്നത് 20 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇവിടെ 26 ഇയേഴ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റും കൂടി നോക്കുക. 2 ജൂലൈ 2001 അതുപോലെ 1 ജൂലൈ 2007 ഇവിടെ 26 എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാനൊന്നും പറ്റില്ല. 2 ജൂലൈ 2001 അടിസ്ഥാനപ്പെടുത്തി വരുന്നത്. 1999 അല്ല 2000 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം പറയാം. പക്ഷേ ഇവിടെ കട്ട് ഓഫ് ഏജ് വരുന്നത് ഇതാണ് കേട്ടോ, ജൂലൈയിൽ ഈ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പറയുമ്പം 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക. മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ, അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ യോഗ്യത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കുള്ള യോഗ്യത നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡേറ്ററിലി പാസ് വിത്ത് മാത്സ് ഫിസിക്സ്. +2 മാത്സും ഫിസിക്സോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ എന്ത് വേണം, ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 3 ഇയർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സ് ഇൻ എനി ഡിസിപ്ലിൻ. ഏത് ഡിഗ്രി ആണെങ്കിലും, BA ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും MBBS ആണെങ്കിലും ടെക്നിക്കൽ ഡിഗ്രി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് +2 എന്തുണ്ടായിരിക്കണം, മാത്സും ഫിസിക്സും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും അല്ലെങ്കിൽ മാത്സും ഫിസിക്സിൻ്റെ കൂടെ തന്നെ BE BTech നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ഇയറിൻ്റെ ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് ഹു ഹാവ് ക്ലിയർഡ് സെക്ഷൻ A or B examination of associate membership of Institution of Engineers or Aeronautical Society of India. ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 10ാം ക്ലാസ്സിൽ ഈ ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് വേണം. ഇതാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിൻ്റെ നോക്കാം. അവിടെ നമുക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് പറയുന്നത്. അതാണ് AEL എന്ന് പറഞ്ഞിട്ടുള്ളത്. എയറോനോട്ടിക്കൽ, നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞില്ല ഇത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഷോർട്ട് സർവീസും ഉണ്ടായിരുന്നു, പെർമനൻറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഷോർട്ട് സർവീസ്, പെർമനൻറ്റ് എന്നും തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എന്താണ് യോഗ്യത നോക്കാം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് വിത്ത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ്. +2 ലെവലിൽ ഫിസിക്സും മാത്സും നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഹു ഹാവ് അണ്ടർഗോൺ MSc ഇലക്ട്രോണിക്സ് വിത്ത് BSc ഇൻ ഫിസിക്സ്. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുമില്ലെങ്കിൽ മിനിമം 4 ഇയർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവർ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇനി എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള പറയുന്നുണ്ട്. ടെക്നോളജി ഫ്രോം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി. ഇനി അതും ഇല്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ A or B എക്സാമിനേഷൻ അതുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതെന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേറെ പറഞ്ഞ ഈ ഒരു ഇവിടെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും 4 ഇയർ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്ട്രീമിൽ വേണം എന്നുള്ളതും കൂടി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ച സ്ട്രീം ഇതിലുണ്ട്, ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സ്ട്രീം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ച ഇലക്ട്രോണിക്സ് വിഭാഗത്ത് പഠിച്ചിട്ടുള്ളവർക്ക് ഒട്ടുമിക്ക എല്ലാം തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്തത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ്, AEM എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെയും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. കാൻഡിഡേറ്റ് പാസ് വിത്ത് ഫിസിക്സ് മാത്സോട് കൂടി +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് മിനിമം 4 ഇയർ ഡിഗ്രി, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓർ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ക്ലിയർ സെക്ഷൻ A or B എക്സാമിനേഷൻ. ഇതിൽ ഏത് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും +2 ഫിസിക്സ് മാത്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ A or B എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ ഇത് ഏതൊരു രീതിയിലുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പം +2ൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ ഏതൊക്കെ സ്ട്രീമാണ് താഴെ കൊടുത്തിട്ടുണ്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാടധികം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ സ്ട്രീമൊക്കെ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പറയേണ്ടത് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പലരും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് പറ്റത്തില്ല എന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഗേറ്റ് സ്കോർ എൻട്രീൻ്റെ ആണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ AEL, അത് പിന്നെ ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ AEM അതിന് അപേക്ഷിക്കേണ്ട യോഗ്യതയാണ്.
ദി കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബാച്ചിലർ ഓഫ് ടെക്നോളജി BTech ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം. ഓർ BTech. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10 ഗേറ്റ് സ്കോർ കാർഡിൻ്റെ എൻട്രി കാണിക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ എൻട്രി കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതുള്ളവർക്ക് ഏകദേശം ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചാണ്. മിനിമം ഡിഗ്രി ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ബ്രാഞ്ച്, അതായത് പോസ്റ്റുകൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെപ്പൺ സിസ്റ്റം കാണാൻ സാധിക്കും, WS എന്ന് പറയുന്നത്. അതിന് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡറ്ററിലി പാസ് വിത്ത് മാത്സ്, അതുപോലെ തന്നെ ഫിസിക്സോട് കൂടി +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, 3 ഇയർ ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BE BTech ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 4 ഇയർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. അത് സിംപ്ലി നിങ്ങൾ എന്താ +2 ഏത് +2 ആണെങ്കിൽ പാസ്സായാൽ മതി. പിന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് പറഞ്ഞത്. മിനിമം 3 ഇയർ ഡിഗ്രി കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി എനി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് മതി, +2 ഡിഗ്രി മതി കേട്ടോ, ഗ്രാജുവേഷൻ മതി, +2 ഡിഗ്രി മതി. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ A or B എക്സാമിനേഷനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അക്കൗണ്ട്സ് ബ്രാഞ്ച് ആണ്, +2 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ +2ൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി, BCom അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഈ പറയുന്ന ഏതെങ്കിലും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഏതെങ്കിലും ഒന്ന് നിങ്ങളെടുത്ത് പഠിച്ചിരിക്കണം. ഇനി എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് +2 ഉണ്ടായിരിക്കണം. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ദി ഡിസിപ്ലിൻ ഇൻക്ലൂഡ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓഫറിംഗ് PG ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. PG ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ PG എടുക്കാൻ പറ്റൂ. അപ്പോൾ PG ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 60% മാർക്ക് നോർമലി ഇവിടെ പറയുന്നതാണ്, ഇത്തവണ കാണിക്കുന്നില്ല. പിന്നെ മെട്രോളജി എന്ന് പറയുന്നതാണ്. മെട്രോളജിക്ക് അപേക്ഷിക്കാൻ +2 ആണ് യോഗ്യത. പിന്നെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഓർ 4 ഇയർ ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏതിലാണ് ഗ്രാജുവേഷൻ വേണ്ടതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ഹാവ് ഗിവ് 12th സ്റ്റാൻഡേർഡ് ഇൻ 10+2 പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദീസ് കോഴ്സ്. അപ്പോൾ 10+2 സ്റ്റാൻഡേർഡിൽ നിങ്ങൾ 1 മുതൽ 10 വരെ +2 വരെ പഠിച്ചു പോകുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അല്ലാതെ 10ാം ക്ലാസ്സിൽ തുല്യത എഴുതി പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ട് +2ൽ തുല്യത എഴുതി ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ച് ഡിഗ്രി എടുത്ത് കഴിഞ്ഞാൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഡിഗ്രി കോഴ്സ് കുഴപ്പമില്ല, ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താലും പ്രശ്നമില്ല. പക്ഷേ 10+2 സിസ്റ്റത്തിൽ നിങ്ങൾ കൺസിസ്റ്റൻസിയോട് കൂടി 10 വരെ പോയി പിന്നീട് +2ലേക്ക് കയറി ആ ഒരു ലെവലിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. നല്ലൊരു അവസരമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഈ പോസ്റ്റിനെ കുറിച്ച്, ഇതിൻ്റെ സാലറി, അലവൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. പെർമനൻറ്റ് ജോബാണ്, പെർമനൻറ്റ് കമ്മീഷനും ഉണ്ട്, ഷോർട്ട് സർവീസ് കമ്മീഷനും ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്, 100 ക്വസ്റ്റ്യൻ, 300 മാർക്കിൻ്റെ പരീക്ഷയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഏകദേശം 3 മാർക്ക് വെച്ച് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നോർമലൈസേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ദെയർ വിൽ ബി awarded every correct answer. 3 മാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. ഒന്ന് തെറ്റി 1 മാർക്ക് പോകും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അറ്റംപ്റ്റഡ് ആണെങ്കിൽ അതിന് മാർക്ക് പോകുകയോ ഇല്ല, കിട്ടുകയോ ഇല്ല. പിന്നെ സിലബസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ് FCAT എൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ വരെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി, ഉയർന്ന ശമ്പളത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ്. പിന്നെ ഫ്ലൈയിങ് ബ്രാഞ്ചിലൊക്കെ നല്ലൊരു അവസരം തന്നെയാണ്. ഫിസിക്കലിലേക്ക് കിടക്കുകയാണെങ്കിൽ 4 കിലോമീറ്റർ ഓട്ടം 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. പിന്നെ സ്കിപ്പിംഗ് ഉണ്ട്, പുഷപ്പ് ആൻഡ് സിറ്റപ്സ് 20 മിനിറ്റിൽ എടുക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചിന്നപ്പ് മിനിമം 20 എണ്ണമാണ് കേട്ടോ, 20 മിനിറ്റ് അല്ല, മിനിമം 20 എണ്ണം ഈച്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും 20 എണ്ണം ഈച്ച്, ഓരോന്ന് 20 എടുക്കണം. അതുപോലെ ചിന്നപ്സ് കാണാൻ സാധിക്കും, 8 എണ്ണം എടുക്കണം. റോപ്പ് ക്ലൈമ്പിങ് 3 to 4 എണ്ണെങ്കിലും 4 മീറ്ററെങ്കിലും എന്ത് ചെയ്യണം, കയറണം എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ് 25 മീറ്റേഴ്സ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഫിസിക്കലിൽ വരുന്നത്. പിന്നെ സാലറി സ്കെയിലൊക്കെ ആണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഏകദേശം 56,100 മുതൽ 1,77,500 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അലവൻസുകളാണ്, ഒരുപാട് അലവൻസുകൾ ഈ ഒരു പോസ്റ്റിലേക്ക്, അലവൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 1,77,500 രൂപ തന്നെ നിങ്ങൾ എൻ്റർ ആവുന്ന ഒരു പോസ്റ്റിൽ തന്നെ മാക്സിമം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട.